നമസ്കാരം. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ 3 പേർക്ക് ഖാലിസ്ഥാൻ ഭീകരവാദ പ്രസ്ഥാനവുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. രാജസ്ഥാൻ സ്വദേശികളായ ശങ്കർ ദുസാദ്, അജിത് കുമാർ ശർമ്മ, പ്രദീപ് പൂനിയ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിന്റെ ATS അഥവാ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. അയോധ്യയിൽ പ്രാദേശികമായി സ്ഥലം പരിചയപ്പെടാനും, അതായത് ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പരിചയം നേടാനും അതിലൂടെ അയോധ്യയുടെ ഒരു ഭൂപടം തയ്യാറാക്കാനുമാണ് തന്റെ കൂട്ടാളികളെയും കൂട്ടി ദുസാദ് എത്തിയത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസ് സംശയിക്കാതിരിക്കാൻ അവരുടെ വാഹനത്തിൽ കാവി പതാകയും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലൂടെയാണ് ഇവരെ ഈ ഭീകരവിരുദ്ധ സേന കുടുക്കിയത്. കാരണം ഖാലിസ്ഥാൻ നേതാക്കളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശം മൊബൈൽ ഫോണുകളിൽ കണ്ടെത്തിയിരുന്നു. ഇത് കണ്ടെത്തിയതോടുകൂടി ഇവർ ഖാലിസ്ഥാൻ ഭീകരരാണോ എന്നുള്ള സംശയമായിരുന്നു ATS പ്രകടിപ്പിച്ചത്. പിന്നീട് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ ഒരു ഭീഷണി സന്ദേശമായിരുന്നു, റെക്കോർഡ് ചെയ്ത ഒരു ഭീഷണി സന്ദേശമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതിൽ പറയുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ കൊലപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ യോഗി ആദിത്യനാഥിന് നേരെയുള്ള ഒരു വധഭീഷണി അതിൽ ശബ്ദ സന്ദേശമായി തന്നെ ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ യോഗിയെ ലക്ഷ്യം വെക്കണമെന്നും രാമക്ഷേത്രത്തിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനാകില്ല എന്നുമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത്. 7 വർഷത്തിലേറെ കാലം ജയിലിൽ കഴിഞ്ഞ ശേഷം 2023 മെയ് 15-ന് ബിക്കാനീറിലെ സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയാണ് ദുസാദ് ഇപ്പോൾ അയോധ്യയിലേക്ക് വന്നിരിക്കുന്നത് എന്നുകൂടി ഭീകരവിരുദ്ധ സേന പറയുന്നു. ബിക്കാനീർ ജയിലിൽ കഴിയവെയാണ് സഹ തടവുകാരനായ ലഖ്ബിന്ദർ സിംഗിലൂടെ ദുസാദ് ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. അതിനുശേഷം കാനഡ ആസ്ഥാനമായുള്ള ഖാലിസ്ഥാൻ നേതാവ് സുഖ്ദുൽ സിംഗ് ഗിൽ എന്ന സുഖ ദുനഖയുമായി ഇയാൾ ബന്ധപ്പെട്ടു. പക്ഷെ പിന്നീട് 2023 സെപ്റ്റംബറിൽ ദുനഖയെ കൊല്ലപ്പെടുകയായിരുന്നു. അജ്ഞാതരുടെ ആക്രമണത്തിലായിരുന്നു ദുനഖെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. വാട്സ്ആപ്പ് വഴി ദുനഖയുമായും ലാൻഡയുമായും ദുസാദ് ബന്ധപ്പെട്ടിരുന്നതായി കൂടി ഭീകരവിരുദ്ധ സേന പറയുന്നുണ്ട്. അങ്ങനെ അയോധ്യയിൽ നിന്നും പിടികൂടിയ ഈ ഭീകരവാദികൾ ഖാലിസ്ഥാൻ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.